കുറച്ചധിക സമയം ഇരുന്നാൽ കാലിലൊക്കെ തന്നെ നീര് വന്നിട്ട് പിന്നീട് ഒരു 2 അടി നടക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. സ്റ്റെപ്പ് കയറണമെങ്കിലും ഇറങ്ങലും മുട്ടുവേദന അല്ലെങ്കിൽ സന്ധികളിലൊക്കെ വേദന എന്ന് പറയുന്നവരൊക്കെ ഏറെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾക്ക് തൊട്ടടുത്തുള്ളത് കൊണ്ട് അതിനത്രയൊരു നിസാരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഔഷധത്തിലൊന്നാണ് ബൊഴേവിയ ഡിഫ്യൂസ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്ന് സാൻസ്ക്രിറ്റിൽ പറയും. ഹൃദയത്തെയും വൃക്കയെയും ഒക്കെ തന്നെ ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രസിദ്ധ ഔഷധമാണ് തഴുതാമ. തഴുതാമ തന്നെ 2 വെറൈറ്റി ഉണ്ട്. പുഷ്പങ്ങളുടെയും തണ്ടിൻ്റെയും നിറത്തെ ആധാരമാക്കിയിട്ട് ചുവന്ന പുനർനവ എന്നും വെള്ള പുനർനവ എന്നും 2 തരമുണ്ട്. ഇവ രണ്ടും വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളതാണെങ്കിലും ഔഷധ ഗുണത്തിൽ ഐക്യരൂപമുള്ളതായതുകൊണ്ട് രണ്ടും പുനർനവയായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. വെളുത്ത തഴുതാമ സമൂലം ഇടിച്ച് പിഴിഞ്ഞെടുത്ത് നീര് നല്ലതുപോലെ അരിച്ച് മുലപ്പാൽ ചേർത്ത് കണ്ണിൽ ഒഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറ്റാൻ സഹായിക്കാറുണ്ട്. ഈ സ്വരസം തന്നെ തേനിൽ ചാലിച്ചിട്ടാലോ കണ്ണിലെ വെള്ളം ഒലിപ്പൊക്കെ മാറാനും, ഇത് തന്നെ പശുവിൻ നെയ്യിലാണ് ഇടുന്നെങ്കിൽ നേത്രരോഗങ്ങൾ മിക്കതും മാറിക്കിട്ടും. വൃക്കരോഗങ്ങളുടെ പ്രധാന ലക്ഷണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺപോളകളുടെ താഴെ വരുന്ന നീര് തന്നെയാണ്. ഈ രോഗശമനത്തിന് പുനർനവ സമൂലം പിഴിഞ്ഞെടുത്ത നീര് 15 മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. വാതല, ഗ്രാഹിണി, ശ്ലേഷ്മ, പിത്തരക്ത വിനാശിനി എന്നുള്ളതും തഴുതാമയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടായാലും, വാതദോഷങ്ങൾ കുറയ്ക്കാനായാലും, രക്തപിത്ത ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ കഫപ്രധാനമായ കാസത്തിൻ്റെ ശമനത്തിന് ഒക്കെ തന്നെ പുനർനവ വേരും വയമ്പും കൂടി അരച്ച് തേന് ചേർത്ത് സേവിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ് എന്നുള്ളതൊക്കെ തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഔഷധങ്ങൾ നമുക്ക് തോന്നിയതുപോലെ പറയുന്നതല്ല, ഇതിനൊക്കെ തന്നെ ഓരോരുത്തരും റെഫറൻസ് പറയുന്നുണ്ട്. ഇതൊക്കെ മുൻകാലങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ഹെർബ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന നീരിനെയൊക്കെ കളയാനും, അതുപോലെ ഡയൂററ്റിക് ആയണം, മൂത്രത്തിൻ്റെ അളവ് കൂട്ടി ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളുന്ന രീതിയിലായാലും നമ്മുടെ റീനൽ ഫങ്ഷനൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഡിസ്യൂറിയ കേസിലും അല്ലെങ്കിൽ ഈ പീഡലടി കാലിൽ നീര് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലുള്ളതിലും ഒക്കെ തന്നെ ഇതിനെ നമുക്ക് ഒരു 20 ഗ്രാം വീതം നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള തഴുതാമ എടുത്ത് അത് നമുക്കൊന്ന് ഡിക്കോക്ഷൻ പോലെ, കഷായം പോലെ 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് 2 നേരമായിട്ടും ഒക്കെ തന്നെ ഒരു 30 ml വീതം 2 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നത് ഇതുപോലുള്ള കാലിന് നീരൊക്കെ കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്.